ഇവിടെ എത്രയോ 40-50 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് പഞ്ചായത്ത് നോക്കി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ബിൽഡിങ്ങുകളൊക്കെ നോക്കി നിങ്ങൾ ഈ ബിൽഡിങ് അമ്പല റോഡിലെ ബിൽഡിങ് ഒരു വണ്ടി പോലും പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല അവിടെയുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ. അതിനൊരു ഇതുണ്ടാക്കിയാൽ തന്നെ പഞ്ചായത്ത് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ കുറേയൊക്കെ ബ്ലോക്കിന് പ്രധാനമായി ഒരു ബ്ലോക്ക് ഉണ്ടായ കാരണം അടുത്ത കാലത്തായി ഉണ്ടായ ബ്ലോക്കാണ്. ടോള് ഒന്നാമത് ഇവിടെ വെട്ടിച്ചിറ ടോള്. അപ്പോൾ കൂടുതൽ വണ്ടികളും ടോൾ ഒഴിവായി കട്ട് ചെയ്തിട്ട് ഈ റോഡിൽ പോകണം. ഇവിടെ ഓട്ടോറിക്ഷ ബ്ലോക്കാവുന്ന സമയത്ത് പല ടൈമിലും ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടാവലില്ല. ഓട്ടോക്കാർക്ക് ഓടാൻ പറ്റാത്ത സമയത്ത് അവരെടുത്തു പോകണതാണ്. ബ്ലോക്കായി കഴിഞ്ഞാൽ ഒക്കെ എടുത്തു പോകും. അപ്പോൾ ഈ ടോൾ ഓപ്പൺ ആയതിൻ്റെ ശേഷം ഇവിടെ ഓട്ടോക്കാർക്ക് മര്യാദക്ക് ഓടാൻ പറ്റണില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ബ്ലോക്കാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടികൾ എടുത്ത് പോക്കാണ്. ഞങ്ങൾ എന്നൊരു പട്ടിണിയിലെന്ന് പറഞ്ഞ ആ ലെവലിലാണ് ഞങ്ങൾ പോണത്. ഇനിയിപ്പോൾ ഇവിടെ ബ്ലോക്ക് ജാമായി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പോകും. ഞങ്ങളെ പേരും പറഞ്ഞു കണ്ടാണ് ഇവിടെ വ്യാപാരികളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും എല്ലാവരും ഞങ്ങളെ ഓട്ടോ സ്റ്റാൻഡ് മാറ്റണം എന്ന് പറഞ്ഞു കണ്ടുള്ളൊരു പ്രശ്നം കൊണ്ട് നടക്കുന്നത്. ഞങ്ങളെ പ്രശ്നമല്ല, ഈ ബിൽഡിങ്ങാണ് ഇവിടുത്തെ പ്രശ്നം. പഞ്ചായത്ത് അധികൃതർക്ക് വേണ്ട രീതിയിലൊരു ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണോ ഈ ഒരു ബ്ലോക്ക്? അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തുകാർ ശ്രദ്ധിക്കണില്ല. അങ്ങാടി വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നും ചെയ്യണില്ല. ഈ ടോൾ പാസ് വന്നതിന് ശേഷമാണ് ബ്ലോക്ക് കംപ്ലീറ്റ് ഇവിടെ വരുന്നത്. ഏത് സമയത്ത് പോലും പറ്റും, ആദ്യം സ്കൂളിലെ സമയത്ത് മാത്രം ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഓട്ടോറിക്ഷ നേരക്കല്ലേ കയറാൻ പറ്റുള്ളൂ, വേറൊന്നും പറ്റൂലല്ലോ. അപ്പോൾ എല്ലാവരും വന്നാലും ഓട്ടോറിക്ഷയിലെ കുറ്റം പറയുള്ളൂ. ഇവിടെ ഈ ഓട്ടോറിക്ഷ ആദ്യം ഉണ്ടായിരുന്നു, അന്നൊന്നൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ ടോള് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ ബ്ലോക്ക് വന്നത്. കാരണം ആൾക്കാർ ഈ വണ്ടിക്ക് പൈസ ടോളിന് കൊടുക്കേണ്ടി വെച്ചിട്ട് അവിടുന്ന് വെട്ടി ആ ഭാഗത്ത് നിന്ന് വരുന്നവരും ഇങ്ങനെ വരും, ഇവിടുന്ന് വരുന്നവരും ഇങ്ങനെ വരും. അങ്ങനെ വന്നിട്ടാണ് ഇവിടെ കാര്യമായിട്ട് ബ്ലോക്ക്. ഇവിടെ ഈ ലൈനിൽ എത്രയോ കൊല്ലങ്ങളായിട്ട് ഈ ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട്. അന്നൊന്നും ഈ ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. ഈ സ്കൂൾ വണ്ടിയൊക്കെ അന്നുണ്ടായിരുന്നു, അന്നൊന്നും ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് വലിയ വണ്ടി വന്നിട്ട് ഇവിടെ തിരിഞ്ഞിട്ടില്ല. പിന്നെ ഒന്നാമത് ഈ മീൻ മാർക്കറ്റും വലിയ വണ്ടി വന്നിട്ട് ഇവിടെ തിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇവിടെ സ്തംഭിക്കും. ആ 5 മിനിറ്റ് സ്തംഭിച്ചോട് കൂടി 4 ഭാഗവും സ്തംഭനം വന്നു. പിന്നെ തീരണമെങ്കിൽ 1/2 മണിക്കൂർ. ഇവിടുത്തെ യാത്രക്കാർക്ക് ഏത് നേരത്തും ഫുൾ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിലൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ മണിക്കൂർ കണക്കിന് നിന്നിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറണം എന്നുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ വീതി കൂട്ടണം, അല്ലാതെ ഈ റോഡിൻ്റെ ബുദ്ധിമുട്ട് തീരുന്നതല്ല ഒരിക്കലും. വെറുതെ ഇരിക്കുക, കടയിലൊരു മനുഷ്യന് കയറില്ല. പരിഹാരമാർഗം വേറെ ഏതെങ്കിലും വണ്ടി റോഡിനൊക്കെ പുതിയ റോഡ് ഇതിലെ മനുഷ്യർക്ക് നടന്നു പോകാൻ പറ്റിയില്ല, അതുപോലെ വണ്ടികളാണ്. റോഡും പറ്റ വീതി കുറവ്. വ്യാപാരികൾ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വെറുതെ നിൽക്കുന്ന അവസ്ഥയാണ് വരുന്നത്. കാരണം ആർക്കും നിർത്താനുള്ള സമയമല്ല. പിന്നെ വണ്ടി കാരണം കൊണ്ട് നമുക്ക് പിന്നെ കച്ചവടത്തിന് നല്ല ബാധിപ്പുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് എവിടേക്കും പോകാൻ പറ്റുന്നില്ല, ഫുൾ ബ്ലോക്കാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ വെട്ടിച്ചിറ വരെ എത്തുള്ളൂ. അതേമാതിരി എവിടേക്ക് പോകണമെങ്കിലും ആ സിറ്റുവേഷനാണ് അവസ്ഥ. മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അവിടെ ട്രോൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് യാത്ര പോകാനും അങ്ങാടിയിൽ വരാനും പോകാനൊക്കെ. പ്രത്യേകിച്ച് ആ ബിൽഡിങ് വലിയ പ്രശ്നമാണ്. അത് ഒഴിവാക്കിയെങ്കിലേ ബ്ലോക്ക് തീരുള്ളൂ. വളരെ റോഡൊക്കെ നല്ല ഫ്രീ ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ വളരെ തിരക്കാണ്. അപ്പോൾ ഇവിടുന്ന് വെട്ടിച്ചിറങ്ങോട്ട് എത്തണമെങ്കിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ വരെ പിടിക്കുന്നുണ്ട്. അതിന് വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്ത് പിടിക്കും വെട്ടിച്ചിറ എത്തണമെങ്കിൽ. കാടാമ്പയിൽ നിന്ന് വെട്ടിച്ചിറ എത്തണമെങ്കിൽ അങ്ങോട്ട് ഒഴുകി വരികയാണ്. അതിന് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ റൂട്ടിൽ വണ്ടി ആകുമ്പോൾ ആകെ ബ്ലോക്ക് ആവുകയാണ്. 1 മണിക്കൂറോളം ഇവിടെ കിടക്കണം. ആ വണ്ടി ഇപ്പോഴും കിടക്കണണ്ട, ആ റോട്ടിലൊക്കെ അതൊക്കെ കിടക്കണ്. അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കട്ടെ. അല്ല അപ്പോൾ എന്താ നമുക്ക് ചെയ്യാം? ഒന്നിരിക്കലും ആ ട്രോൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൻ്റെതായ നടപടികൾ ചെയ്യാം. ആകെ ബുദ്ധിമുട്ടേ ഉള്ളൂ കച്ചവടക്കാർക്ക്. രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങിയാൽ രാത്രി 5 മണി 6 മണി വരെ ഫുള്ള് ബ്ലോക്കാണ് ഇവിടെ. കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ ഈ ട്രോള് സംബന്ധമായിട്ട് വണ്ടികളൊക്കെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് ഈ കാടാമ്പുഴ വഴി പോകുമ്പോൾ ഇവിടെ ആകെ ബ്ലോക്കാണ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച സ്കൂൾ ബസ്സൊക്കെ ഇവിടെ മണിക്കൂർ കണക്കിൽ ഇവിടെ നിന്നിട്ടാണ് വാഹനങ്ങൾ ഒന്നും പോകാൻ പറ്റണില്ല. അല്ലെങ്കിൽ തന്നെ പൊതുവിൽ ബിസിനസ് ഡൗൺ ആണ്. അതിൽക്കൂടി ഈ ബ്ലോക്കും കൂടി കാരണം ഒരാളും അങ്ങാടി കയറുന്നില്ല. ഒരു കസ്റ്റമർക്ക് ഒരു വണ്ടി ഇങ്ങോട്ട് വരാനോ ഒന്നിനും സാധിക്കില്ല. ഒരു ബൈക്ക് വരെ വരാനുള്ളൊരു പ്രയാസമാണ്. കച്ചവടം വളരെ ക്ഷീണത്തിലുള്ളതുകൊണ്ട് അവരോട് ഇതിന് ഉടനെ ഒരു പരിഹാരം കാണാൻ ബന്ധപ്പെട്ട MLA വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനൊരു ശാശ്വതമായ എന്തെങ്കിലും ഒരു അടിയന്തര നടപടി അവർ സ്വീകരിക്കണം.
ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പിന്നെ വലിയ പ്രശ്നമാണ്. പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റുള്ള ഭരണാധികാരി ബന്ധപ്പെട്ടോൽ ഈ പ്രശ്നം തീർക്കേണ്ടത് അത്യാവശ്യമാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല. ഇല്ല, ഇതിപ്പോൾ ഇപ്പോഴായിട്ടാണ് ഇപ്പം നമ്മളും തന്നെ ഇത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളത് തുടങ്ങിയിട്ട് ഇപ്പം ഈ ഇതിൻ്റെ ടോൾ വന്നതിന് ശേഷം. ഈ സമയത്തൊക്കെ പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമല്ലേ? അതെ, പഞ്ചായത്തോ അതിനെ ബന്ധപ്പെട്ട അധികൃതർക്കൊക്കെ അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കോട്ടക്കക്ക് രണ്ടത്താണി വെട്ടിച്ചിറക്കുള്ള വണ്ടിയാൾ ഇതേ വരും, ലോഡും വണ്ടി മുഴുവതിയെ വരും. അത് കണക്കൂട്ടിയിട്ട് അപ്പോൾ ബ്ലോക്കാവും. പിന്നെ ഇപ്പോൾ റോഡ് വീതി കൂട്ടണി എങ്ങനെ കൂട്ടും ഇവിടെ? അത് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. ആരപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു തരുമോ? അതൊന്നും നടക്കൂല. പക്ഷെ വേറെ ഇതിൽ കൂടിയും വെട്ടിക്കൂടുന്ന് ക്ലിയർ ചെയ്താൽ നടക്കും. അല്ലാത്തവർ നടക്കലും ഇപ്പോൾ നടക്കൂല. അവിടുന്ന് വരുന്ന വലിയ വണ്ടി നിർത്താൻ പറ്റിയാൽ ക്ലിയർ ആവും, മറ്റേത് നടക്കൂല. അത് ബ്ലോക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കച്ചവടക്കാർക്ക് കച്ചവടമില്ല. ഭയങ്കര പാരമ്പര്യത്തിലാണ് എല്ലാവരും. കച്ചവടക്കാർ ചെറിയ കച്ചവടം ചെയ്യുന്നവർക്കൊന്നും കച്ചവടമില്ല, ഒന്നുമില്ല. വിഷമങ്ങളാണ് എല്ലാവർക്കും. അതുകൊണ്ട് ബ്ലോക്ക് പരമാവധി നിങ്ങൾ ഒഴിവാക്കി തന്നാൽ, സർക്കാർ ഒഴിവാക്കി തന്നാൽ നമ്മൾ കഴിച്ചിലാവും. അല്ലെങ്കിൽ കച്ചവടം വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവന്ന മുതൽ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെയുള്ള അവസ്ഥകളാണ് ഇപ്പോൾ ഉള്ളത്. കച്ചവടത്തിന് ഇവിടെ വെറും ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. ഒരു വ്യാപാരികൾക്കും കച്ചവടം നടക്കുന്നില്ല. വെറും വാഹന ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. ഇല്ല. ഈ ട്രാഫിക്കിൽ ഈ ടോൾ പിരിവ് തുടങ്ങിയതിന് ശേഷം തുടങ്ങിയതാണ്. ആ ടോൾ ബൂത്ത് ഒഴിവായാൽ ഇവിടെ ബ്ലോക്ക് ഒഴിവാകും. മുമ്പ് ഈ വിഷയങ്ങൾ മുമ്പുണ്ടായിരുന്നില്ല. ഈ കല്യാണ ദിവസം ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്നും ബ്ലോക്കാണ്. സംശയം, ഈ ദീർഘദൂര യാത്രക്കാരൊക്കെ ഈ വഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ 150 രൂപ ടോള് വെട്ടിച്ച് പോന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ലാഭം തന്നെയല്ലേ? ഇവിടുന്ന് 3-5 കിലോമീറ്റർ ഓടിയാൽ മതി. അല്ല, കഞ്ഞിപ്പേര കിടക്കാൻ. അപ്പോൾ അവർക്ക് ലാഭം തന്നെയല്ലേ? 150 രൂപ ലാഭിക്കാം. പക്ഷേ ഈ റോഡ് തന്നെ 100 രൂപ ലാഭീകരിക്കാം. അപ്പോൾ ഈ റോഡിൻ്റെ ഈ പിന്നെ ശോചനീയാവസ്ഥയും ഈ സമയനഷ്ടമൊക്കെ അത് അവർക്ക് നഷ്ടമാണ്. അത് ചിന്തിക്കണില്ല, ആ ഭാഗം ചിന്തിക്കണേനല്ല. അവർക്ക് ടോൾ ബൂത്തിൽ പൈസ കൊടുക്കണ്ട, പോകണം, അത്രേ ഉള്ളൂ. ടോള് കട്ട് ചെയ്ത് വരുന്ന കൂടുതൽ വണ്ടികളുണ്ട്, അല്ലാതെ അങ്ങാടിയിൽ ബ്ലോക്ക് ഉണ്ടാവില്ല. ആ ടോള് ഒഴിവാക്കിയാൽ ബ്ലോക്ക് ഒഴിവാകും. അത് ലോഡും വണ്ടി വരുന്നുണ്ട്, എല്ലാ വണ്ടി. അപ്പോൾ ഞങ്ങൾ അടിച്ച് എല്ലാം വിട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ബ്ലോക്ക് ചെയ്തിട്ട് മറ്റേ ഭാഗത്ത് വിട്ടു കൊടുക്കും. രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റും. ഏകദേശം നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ വണ്ടിക്കാരൊന്നും സഹകരണമല്ല, ഫുള്ള് തെറി പറയും, തന്തനെയും തള്ളിനെല്ലാം പറയും. ഇന്നലെ ഭയങ്കര കച്ചവടം. സഹിച്ചിട്ടുമാണ് നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യണം. ഫുൾ സേവനാണ്, അല്ല നമ്മൾ ഒന്നും വാങ്ങുന്നില്ല. നമ്മൾ പ്രധാനമായിട്ട് നമ്മളെ വെട്ടിച്ചിറ പുതിയ സംവിധാനം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ബുദ്ധിമുട്ട് ഇവിടെ കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യം. നമുക്ക് മനസ്സിലാക്കേണ്ടത്, കാടമ്പേനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ഒരു വിഷയം ഇവിടുത്തെ വാഹനങ്ങളുടെ ബുദ്ധിമുട്ട്. പ്രധാനമായിട്ട് കാടമ്പ ക്ഷേത്രം എന്ന് പറഞ്ഞത് ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൻ്റെ പ്രധാന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ തരത്തിൽ ജനങ്ങളൊക്കെ നമ്മളെ ക്ഷേത്രത്തേക്ക് വരും. വിവിധ സംസ്ഥാനങ്ങളിലെ ആളുകൾ അവന്മാർ മറ്റ് ഭാഗത്തുള്ള ആളുകളൊക്കെ എത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ പരിമിതിയാണ്. മറ്റൊന്ന് നമ്മൾ ഇപ്പോഴത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, ഭംഗിയായി നടക്കണമെങ്കിൽ ശരിക്ക് ഭൂമി അക്വയർ ചെയ്ത് അതിൻ്റെ ഫണ്ട് കൃത്യമായിട്ട് ഗവൺമെൻറ് അവർക്ക് കൈമാറിയിട്ട് നല്ല വീതി കൂടിയ റോഡ് കാടാമ്പുഴ ടു വെട്ടിച്ചിറ വരെയെങ്കിലും പ്രധാനമായിട്ട് വീതി കൂടിയ റോഡായി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതിലുപരി നമ്മളെ ഈ ഓട്ടോ സ്റ്റാൻഡ് അടക്കമുള്ള മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളുടെ പാർക്കിങ്ങൊക്കെ ഒന്നും കൂടി കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് കുറേ ഭംഗിയായിട്ട് ആക്കിയാൽ ഒന്നും കൂടി ഗുണകരമാവും. വ്യാപാരം ഭയങ്കര ഇതിലാണ്. രാവിലെ വൈകുന്നേരം കച്ചവടങ്ങളൊക്കെ കുറവാണ്. ആളുകളിവിടെ വണ്ടി നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമാണ് ഇപ്പോൾ. ഈ ടോൾ വന്നപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയത്. ഗതാഗതർക്ക് വളരെ ശക്തമാണ്. ബൈപ്പാസുകൾ നിർമ്മിക്കാനുള്ള മാത്രമല്ല പരിഹാരം. ടൗണിന് ഒഴിവാക്കിയുള്ള ബൈപ്പാസുകൾ 1-2 ബൈപ്പാസുകൾക്ക് ആലോചന വരണം. അതുമാത്രമാണല്ല പരിഹാരം വരുന്നത്. ടോളൊരു ഭാഗമാണ്. ടോള് വന്നതിന് ശേഷമാണ് ഇരുപത്തിലെ ശക്തമായൊരു പ്രശ്നം. മറ്റേ ഇത്രയും വന്നിരുന്നില്ല. ഇപ്പം എന്ന് വെച്ചാൽ ഈ ടോള് ലാഭിക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ ഇതുവഴി വല്ലാതെ 10 രൂപ വാഹനങ്ങൾ ഇതുവഴി വല്ലാതെ പോകുന്നുള്ളതാണ് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോഴത്തെ ഒരു താൽക്കാലം വന്ന പ്രതിസന്ധിയുള്ളത്. ഗതാഗതക്കുരുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ആളുകൾക്ക് നടക്കാൻ, അതുപോലെ തന്നെ നമുക്കൊരു വണ്ടി നിർത്തി സാധനം വാങ്ങാനൊന്നും പറ്റണില്ല. ഒരുപാട് പ്രയാസം തന്നെയാണ്. ഒരു പെട്ടെന്ന് ബ്ലോക്കാകുക, അവിടെ വണ്ടി ഒന്ന് സൈഡാക്കിയാൽ തന്നെ അപ്പോൾ ബ്ലോക്കാകുകയാണ്. പ്രയാസം തന്നെയാണ്. ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇന്നലെയൊക്കെ ഇവിടെ വലിയ ക്യൂ ആണ് എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. ഭയങ്കര രൂക്ഷമാണ് ഇവിടെ. ഈ ടോൾ ബൂത്ത് വന്ന കാരണം കൊണ്ട് എന്താ അറിയില്ല, ഭയങ്കരമായിട്ടുള്ള രാവിലെയും വൈകിട്ടൊക്കെ വളരെ രൂക്ഷമാണ്.
ഇപ്പോൾ സ്കൂൾ തുറന്നതോടുകൂടി സ്കൂൾ ബസ്സുകൾ തിരക്കും എല്ലാം കൂടെ ആയിട്ട് ചിലപ്പോൾ 15-20 മിനിറ്റാണ് ഭാഗത്ത് നിൽക്കുന്നത്. വീണ്ടും ഒരു മഹാ മിഡ് നൈറ്റ് സെയിലുമായി മയൂരി ഏപ്രിലിനെ ഏറ്റവും വലിയ ചരിത്ര സംഭവമാക്കി മാറ്റാൻ 25 മുതൽ 5 ദിവസത്തേക്ക് കേരളത്തിലെ മുഴുവൻ മാർക്കറ്റിനെയും വെല്ലുവിളിച്ചുകൊണ്ട് വമ്പൻ വിലക്കുറവിന്റെ 5 ദിനരാത്രങ്ങൾ വരുന്നു. ഇത് വീടുകൾ പുതുക്കാൻ, പഴയതൊക്കെ മാറ്റിയെടുക്കാൻ, പുത്തൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്ന ദിവസങ്ങൾ. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഉപകരണങ്ങൾ വേറെ ആര് തരും ഈ വിലക്കുറവ്?